ക്രിക്കറ്റിൽ നിന്നും അർജുന അവാർഡ് ലഭിച്ച ഏക താരം. അർഹതപ്പെട്ട അംഗീകാരമാണത്. ലോകകപ്പിലെ കളി മികവിനാണ് ഷമിയെ തേടി അർജുന അവാർഡ് എത്തിയിരിക്കുന്നത്. ലോകകപ്പിലെ ഷമിയുടെ ആ മിന്നും പ്രകടനങ്ങൾക്ക് അർജുന തന്നെ കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. കാരണം സ്വകാര്യ ജീവിതത്തിൽ അത്രയേറെ വേദനകൾ അനുഭവിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ച് ക്രിക്കറ്റിലൂടെ അയാൾ സ്വയം ആർജിച്ചെടുത്ത കഴിവുകൾക്ക് അത്രയും വിജയം കാണുന്ന നിമിഷം കൂടിയാണത്. ഹർദിക് പാണ്ഡ്യയ്ക്ക് പരിക്കേറ്റതോടെ പകരക്കാരനായി എത്തി ലോകകപ്പിലെ ഇന്ത്യയുടെ ഹീറോയായി മാറുകയായിരുന്നു ഫാസ്റ്റ് ബൗളർ മുഹമ്മദ് ഷമി. 7 കളിയിൽ നിന്ന് വീഴ്ത്തിയത് 24 വിക്കറ്റ്. ജവഗൽ ശ്രീനാഥിനെയും സഹീർ ഖാനെയും മറികടന്ന് ലോകകപ്പ് ചരിത്രത്തിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ കളിക്കാരനായി ഷമി മാറി. ശ്രീലങ്കയ്ക്കെതിരായ ലോകകപ്പ് മത്സരത്തിൽ ഷമി 5 വിക്കറ്റ് പിഴുതിരുന്നു. ഇന്ത്യ ഫൈനലിൽ എത്തിയ 2023 ഏകദിന ലോകകപ്പിൽ സ്വപ്ന തുല്യമായ പ്രകടനമായിരുന്നു വലം കയ്യൻ പേസറായ മുഹമ്മദ് ഷമിയുടേത്. ടൂർണമെന്റിലെ ആദ്യ 4 കളികളിലും പുറത്തിരുന്ന ഷമി പിന്നീട് ഹീറോയാകുന്ന കാഴ്ചയ്ക്കാണ് ലോകം മുഴുവൻ സാക്ഷ്യം വഹിച്ചത്. ആദ്യ കളിയിൽ തന്നെ കിടിലൻ പ്രകടനം പുറത്തെടുത്ത ഷമി പിന്നീട് ടീമിന്റെ അവിഭാജ്യ ഘടകമായി മാറുന്നതാണ് ലോകകപ്പിൽ കണ്ടത്. ഈ ലോകകപ്പിലെ വിക്കറ്റ് വേട്ടക്കാരിൽ 1ാം സ്ഥാനത്തും മറ്റാരുമായിരുന്നില്ല. ലോകകപ്പിലെ ഹീറോയായ ഷമിയെ BCCIയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അർജുന അവാർഡ് ശുപാർശ പട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. കിരീടം നേടാൻ സാധിച്ചില്ലെങ്കിലും ഇക്കഴിഞ്ഞ ലോകകപ്പിൽ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത്. ലീഗ് ഘട്ടത്തിൽ ഒരു മത്സരം പോലും തോൽക്കാതെ സെമിയിലെത്തിയ ടീം കിവീസിനെ തോൽപ്പിച്ച് ഫൈനലിലെത്തി. ഒടുവിൽ ഓസ്ട്രേലിയയോട് കലാശ പോരാട്ടത്തിലാണ് കാലിടറിയത്. ഇന്ത്യക്കായി ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന കളിക്കാരൻ എന്ന റെക്കോർഡ് ടൂർണമെന്റിനിടയിൽ ഷമി സ്വന്തമാക്കി. സെമി ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ 52 റൺസ് വഴങ്ങി 7 വിക്കറ്റുകളാണ് താരം നേടിയത്. ഈ പ്രകടനങ്ങളായിരുന്നു ഇന്ത്യയെ ഫൈനലിൽ എത്തിച്ചത്. കണങ്കാലിന് പരുക്കുമായാണ് താരം ലോകകപ്പ് മുഴുവൻ കളിച്ചതെന്നാണ് ക്രിക്ബസിന്റെ റിപ്പോർട്ട് 2 ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവിട്ടത്. ഒരു നെടുവീർപ്പോടെയാകും ആരാധകരെല്ലാം ഈ വാർത്ത കേട്ടിട്ടുണ്ടാവുക. ആ മനുഷ്യൻ വേദന മുഴുവൻ കടിച്ചമർത്തിയാണ് ഒരു ലോകകപ്പ് മുഴുവൻ കളിച്ചു തീർത്തത്. പന്തെറിയുന്ന ആക്ഷൻ പൂർത്തിയാക്കിയ ശേഷം പലപ്പോഴും ഷമി കടുത്ത വേദന അനുഭവിച്ചിരുന്നുവത്രേ. എന്നാൽ ആ ബുദ്ധിമുട്ട് വിഷയമാക്കാതെയാണ് താരം ടൂർണമെന്റ് മുഴുവൻ കളിച്ചത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന T20 പരമ്പരകളിൽ 33കാരനായ താരത്തെ ഇന്ത്യ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ടെസ്റ്റ് ടീമിൽ പരിഗണിക്കുന്നുണ്ടെങ്കിലും പരിക്കിൽ നിന്ന് മോചിതനായാൽ മാത്രമേ ഷമി കളിക്കൂവെന്ന് BCCI വ്യക്തമാക്കിയിട്ടുണ്ട്. കണങ്കാലിന്റെ പരിക്ക് കാരണമാണ് ഇപ്പോഴും താരത്തെ ടീമിൽ ഉൾപ്പെടുത്താത്തത് എന്നാണ് റിപ്പോർട്ട്. പരിക്കും വേദനയും ഒന്നും ഷമിയുടെ ബൗളിംഗ് പ്രകടനത്തെ ഒരു തരത്തിലും ബാധിച്ചിരുന്നില്ല. ലോകകപ്പ് സമയത്ത് കളിക്കാൻ തുടങ്ങിയ ശേഷം ഒരു മത്സരം പോലും താരം മാറി നിന്നിട്ടുമില്ല. ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെയും ലീഗ് ഘട്ടത്തിൽ അവസാന മത്സരത്തിൽ നെതർലാൻഡ്സിനെതിരെയും മാത്രമാണ് ഷമിക്ക് അല്പമെങ്കിലും നിറം മങ്ങിയത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ഷമിയുടെ പ്രകടനം ടീമിന് മുതൽക്കൂട്ടാവുമെന്ന് കരുതുന്നവരുണ്ട്. ഫോമിലാണെങ്കിൽ താരം 2024 T20 ലോകകപ്പിലും ഇന്ത്യക്കായി കളത്തിലിറങ്ങിയേക്കും. കഴിഞ്ഞ IPLൽ വിക്കറ്റ് വേട്ടയിൽ മുന്നിലെത്തിയതും ഷമിയായിരുന്നു. ലീഗിൽ ഗുജറാത്ത് ടൈറ്റൻസിലാണ് താരം കളിക്കുന്നത്. ഉത്തർപ്രദേശിലെ ദരിദ്ര കുടുംബത്തിൽ നിന്നാണ് ഷമി ലോകം അറിയപ്പെടുന്ന കളിക്കാരനിലേക്ക് എത്തുന്നത്. ജന്മം കൊണ്ട് ഉത്തർപ്രദേശുകാരനാണെങ്കിലും ക്രിക്കറ്റ് കരിയർ വളർന്നതും വിളവെടുക്കുന്നതുമെല്ലാം പശ്ചിമ ബംഗാളിലൂടെയാണ്. 15ാം വയസ്സിലാണ് കൊൽക്കത്തയിലേക്ക് വണ്ടി കയറുന്നത്. അവിടെ നിന്നാണ് കളിക്കാനുള്ള ആവേശവും അനുഭവ സമ്പത്തും എനിക്ക് ആവോളം ലഭിച്ചത്. 4-5 വർഷങ്ങൾക്ക് ശേഷം എന്നിലെ ക്രിക്കറ്റ് കളിക്കാരൻ രൂപപ്പെട്ടു. ഒരിക്കൽ അവിടെ ഒരു ക്ലബിന് വേണ്ടി കളിക്കാൻ അവസരം ലഭിച്ചു. പ്രതിഫലമായി ഒന്നും തന്നില്ല. കഷ്ടപ്പെട്ട് അവിടെ കഴിഞ്ഞുകൂടി. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ക്ലബിന്റെ ഭാരവാഹികൾ എനിക്ക് 25,000 രൂപ തന്നു. ഷമിയുടെ തന്നെ വാക്കുകളാണിത്. പിന്നീടും ദാമ്പത്യ ജീവിതത്തിൽ ഉൾപ്പെടെ കൈപ്പേറിയ ദിനങ്ങൾ ഷമിയെ തളർത്തി കടന്നു പോയിട്ടുണ്ട്. കാലങ്ങളോളം ഒരു ക്ലബിൽ കളിച്ചതിന് ലഭിച്ചത് 25,000 രൂപ. ഇന്ന് ഇന്ത്യയുടെ കോടികൾ വിലമതിക്കുന്ന താരം. ഏറ്റവും ഒടുവിൽ ഇതാ അർജുന അവാർഡും. ട്രോളായും മീമായും ഇൻസ്പിറേഷനായും 1000 തവണ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം ഷമി ഹീറോയാണെന്ന്.